നമസ്കാരം. എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം. ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവവും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുമാണ് ഇതിൽ പറയുന്നത്. ഇന്ന് ആയില്യം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ആയില്യം നക്ഷത്രക്കാർ അധികവും രൗദ്ര സ്വഭാവം ഉള്ളവരായിരിക്കും. ഉപകാര സ്മരണ ഇവർക്ക് ഉണ്ടാവാറില്ല. അത് എത്ര ആത്മാർത്ഥതയുള്ളവരെന്ന് തോന്നിയാലും അടുത്ത് ഇടപഴകുമ്പോൾ മാത്രമേ തനി സ്വഭാവം അറിയാവുകയുള്ളൂ. നല്ല പോലെ സംസാരിക്കാനും പെരുമാറാനും ഇവർക്ക് നല്ല കഴിവാണ്. കുടുംബത്തിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ നേതൃത്വം വഹിക്കാൻ ഇവർക്ക് നല്ല കഴിവാണ്. നേതൃത്വത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും. ആയില്യം നക്ഷത്രക്കാർക്ക് കുറച്ച് ഷാഢ്യബുദ്ധി കൂടുതലാണ്. അത് സ്ഥിരമായി കാണാറുണ്ട്. ബുദ്ധി കൗശലവും കൂടുതലാണ്. വാസ്തവത്തിൽ ഇവർ ഭീരുക്കളും ശുദ്ധാത്മാക്കളുമാണ്. എന്നാൽ ഇവരെ അഹംഭാവികളെന്നോ തണ്ടന്മാരെന്നോ തോന്നിപ്പിക്കാറുണ്ട്. ഇവർ ആരുടെയെങ്കിലും അടുത്ത് സംസാരിച്ചാലറിയാം ഇവരുടെ സ്വഭാവം. കാരണം ഇഷ്ടപ്പെട്ടാൽ ഇവർ ഹൃദയരഹസ്യം തുറന്നു പറയുകയും ചെയ്യും. കാഴ്ചയിലും പെരുമാറ്റത്തിലും കാണുന്ന ഗാംഭീര്യത്തിൻ്റെ വിശ്വരൂപം പൊള്ളയായിരിക്കും. ഇവർ ആരെയും വിശ്വസിക്കുന്നവരല്ല. മറ്റുള്ളവർ അതിശയം തോന്നുമാറ് ഇവർ കള്ളനെയും കൊള്ളരുതാത്തവനെയും വിശ്വസിക്കുക. ആയില്യം നക്ഷത്രക്കാർക്ക് പിശുക്കും ധാരാളിത്തവും തുല്യമായി ഇരിക്കും. ഇവരെ ചോദ്യം ചെയ്യുന്നതും എതിർക്കുന്നതും ഈ നക്ഷത്രക്കാർക്ക് സഹിക്കാവുന്നതല്ല. എന്നാൽ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുന്നത് ആരോടും ഇവർ അടുക്കും. അങ്ങനെയുള്ളവരെ എന്ത് അപവാദം സഹിച്ചും ഇവർ സഹായിക്കും. ഈ നക്ഷത്രക്കാർ വലിയ അഭിമാനികളാണ്. അഭിമാന സംരക്ഷണത്തിന് എന്ത് ത്യാഗവും ഇവർ സഹിക്കും. അന്യരെ ചതിക്കണമെന്നോ ദ്രോഹിക്കണമെന്നോ ഉള്ള ദുഷ്ടവിചാരം ഇവർക്കില്ല. എങ്കിലും മനസ്സറിയാതെ അപവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇവർ വിധേയരാകാറുണ്ട്. യഥാർത്ഥമായി ഉപകാരം അർഹിക്കുന്നവർക്ക് ഇവർ ഒന്നും ചെയ്യില്ല. അഥവാ നിസ്സാരമായി സഹായിച്ചാൽ അത് മഹാകാര്യമായി പറഞ്ഞു നടക്കും. ഈ നക്ഷത്രക്കാർ ഭാഗ്യവാന്മാരും പ്രതാപശാലികളും ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരുമായിരിക്കും. ആയില്യം നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് കോപം വരുന്നവരാണ്. ചിലപ്പോൾ ഭ്രാന്തമായ ഇവരുടെ കോപത്തിന് സന്ദർഭങ്ങളും പരിസരവും ഇവർ മറക്കും. എന്നാൽ കോപിക്കേണ്ട സന്ദർഭത്തിൽ ഇവർ ശാന്തന്മാരായിരിക്കും. പൊതുകാര്യ ജീവിതം കാര്യക്ഷമമായി ഉള്ളതാണ്. ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും വ്യവസ്ഥയും ചിട്ടയും ഉണ്ടായിരിക്കും. ആയില്യം നക്ഷത്രക്കാർ കെട്ടിപ്പടുക്കുന്ന സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യയോഗം ചിലരെങ്കിലും കാണാറില്ല. ജീവിതം എത്ര തന്നെ സൗഭാഗ്യ സമ്പൂർണമായാലും ദുരനുഭവങ്ങളിലൂടെ മാത്രമേ ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നുള്ളൂ. ഇവരുടെ ജീവിതം ക്ലേശകരമായിട്ടാണ് കാണപ്പെടുന്നത്. സ്വന്തക്കാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒരു പ്രയോജനവും ഉണ്ടാവാറില്ല. ഇവരുമായി സ്വൈരക്കേട്, എല്ലാ സമയങ്ങളിലും വഴക്ക്, ഇതെല്ലാമാണ് കാണപ്പെടുന്നത്. ആയില്യം നക്ഷത്രക്കാർ എത്ര സമ്പാദിച്ചാലും ആയിട്ടില്ല എന്ന മനോഭാവത്തോടെ വീണ്ടും സമ്പാദിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ ഇവർക്ക് ആരോഗ്യകാര്യത്തിൽ വളരെ ഭാഗ്യവാന്മാരാണ്. വലിയ അസുഖങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാകാറില്ല. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നല്ല തൻ്റേടമുള്ളവരായിരിക്കും. പുരുഷന്മാർക്കുള്ള ചുറുചുറുക്കും പ്രവൃത്തി കൗശലവും ഇവർക്കും ഉണ്ടായിരിക്കും. ആയില്യം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഭരണസാമർഥ്യം കുറച്ച് കൂടുതലായിരിക്കും. സുഖാനുഭവത്തിലും ഈശ്വരഭക്തിയിലും സത്യധർമാദികളെ കൈവിടാതെ ഇവർ ജീവിക്കും. ഇവർ അത്രമാത്രം സൗന്ദര്യം ഉണ്ടായിരിക്കുന്നവരല്ല. സൗന്ദര്യം കാത്തു സൂക്ഷിക്കണമെന്ന മനോഭാവവും ഈ നാളുകാർക്ക് ഇല്ല. ആരുടെയും മേൽക്കോയ്മ ഇവർ അംഗീകരിക്കുന്നതല്ല. ഏത് പ്രവൃത്തിയിലും ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. ആരും ഉപദേശിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഇഷ്ടമല്ല. ആയില്യം നക്ഷത്രക്കാർ പലവിധ യാതനകളും നേരിടേണ്ടതായിട്ട് കണ്ടുവരാറുണ്ട്. ദാമ്പത്യ ജീവിതം തൃപ്തികരമായി കാണുന്നവർ വളരെ കുറവായിരിക്കും. പൊതുവെ ദാമ്പത്യ ജീവിതം കല്ലും മുള്ളും നിറഞ്ഞതായിട്ടാണ് കാണപ്പെടുന്നത്. ആയില്യം നക്ഷത്രക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. പൂരം, അത്തം, ചോതി,
ചതയം, പൂരുരുട്ടാതി എന്നിവ ഈ നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഇനി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രത്തിൽ ക്ഷേത്ര ദർശനം വളരെ അനുകൂലമാണ്. നക്ഷത്രാധിപൻ ബുധനാണ്. അതുകൊണ്ട് തന്നെ ബുധൻ്റെ മന്ത്രം ചൊല്ലുന്നത് വളരെ ഉചിതമാണ്. ബുധനാഴ്ചകളിൽ വ്രതാനുഷ്ഠാനം, ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം എന്നിവ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. ആയില്യവും ബുധനാഴ്ചയും ചേരുന്ന ദിവസം വ്രതമെടുക്കുക വളരെ ഉചിതമാണ്. രാശ്യാധിപൻ ചന്ദ്രനാണ്. ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. പച്ച, വെള്ള എന്നീ നിറങ്ങൾ ഇവർക്ക് അനുകൂലമായി വരുന്നതാണ്. ആയില്യം നക്ഷത്രത്തിൻ്റെ ദേവത സർപ്പങ്ങളാണ്. അതുകൊണ്ട് തന്നെ സർപ്പഭജനം എല്ലാ ദിവസങ്ങളും ഈ നക്ഷത്രക്കാർ ചൊല്ലുന്നത് വളരെ ഉചിതമാണ്. സർപ്പമന്ത്രം ഇതാണ്: ഓം നമോസ്തു സർവേഭ്യോ യേ കേജ പൃഥ്വീ മനു യേ അന്തരീക്ഷേ യേ ദിത്രേ ഓം സർവേഭ്യോ നമഃ. ഈ നക്ഷത്രത്തിൻ്റെ മൃഗം കരിമ്പൂച്ചയാണ്. ആയില്യ നക്ഷത്രത്തിൻ്റെ വൃക്ഷം നാഗം. അസുരഗണത്തിൽപ്പെട്ടവരാണിവർ. പുരുഷയോനിയാണ്. പക്ഷി ചകോരം. ഭൂതം ഭൂമി. രാശ്യാധിപൻ ചന്ദ്രനായതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ സ്തോത്രം ചൊല്ലി നമുക്ക് നിർത്താം. ശശി ഹിമകരോ രാജ്യ ധ്വജരാജോ നിശാകര അത്രേയ ഇന്ദു ശീതാംശു യോഷദീശ കലാനി. അടുത്ത ദിവസം മകർ നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. You're mine for sure.